കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസിന് സമീപം പമ്പ കനാലിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെടുത്തു. മെഴുവേലി സൂര്യേന്ദുവിൽ രാജുവിന്റെ മകൻ അഭിരാജ്, ഉള്ളന്നൂർ കാര്യത്തോട്ട മഞ്ജുവിലാസത്തിൽ അനന്തുനാഥ് എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 15 വയസ്സാണ്. ഇന്നലെ വൈകിട്ട് 5-നാണ് കുട്ടികളെ കാണാതാകുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ പോയതിനു ശേഷം മുടിവെട്ടിച്ച് കനാലിൽ കുളിക്കാനിറങ്ങിയതാണ്. 3 പേരാണ് വില്ലേജ് ഓഫീസിന് സമീപമുള്ള പമ്പ ജലസേചന പദ്ധതിയുടെ കനാലിൽ കുളിക്കാനിറങ്ങിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 2 പേർ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് ഭയന്നുപോയ മൂന്നാമൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇവരെ കാണാതെ വന്നതോടെ നടന്ന തെരച്ചിലിൽ കനാലിന്റെ കരയിൽ നിന്ന് വസ്ത്രങ്ങളും ചെരുപ്പുകളും ലഭിച്ചു. തൊട്ടടുത്ത വീട്ടിലെ CCTVയിൽ കുട്ടികൾ കുളിക്കാനിറങ്ങുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് രാത്രിയിൽ തന്നെ തെരച്ചിൽ നടത്തി. വേനൽക്കാലമാകുമ്പോൾ കൃഷിക്ക് വേണ്ടിയാണ് കനാലിൽ വെള്ളം തുറന്നുവിടാറുള്ളത്. ശക്തമായ അടിയൊഴുക്കും ഇവിടെയുണ്ട്. ചെങ്ങന്നൂരിലും പത്തനംതിട്ടയിൽ നിന്നും വന്ന സ്ക്യൂബ ടീം കനാലിലെ വെള്ളം അടച്ചതിന് ശേഷം 3 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങൾ ലഭിച്ചില്ല. ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പന്തളം.